ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചവരെയുള്ള വീഡിയോ ആണ്. സൺഡേ സാധാരണ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൂടുതലും പഴം വാട്ടിയത് അല്ലാന്നുണ്ടെങ്കിൽ ഓട്സൊക്കെയാണ് കുടിക്കുക. ഇന്നിപ്പം ഓട്സ് പാലൊഴിച്ചിട്ട് ഓട്സ് ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് നട്ട്സും ആപ്പിളൊക്കെ ഇട്ടിട്ട് അതങ്ങനെ കഴിക്കുകയാണ് ചെയ്യാറ്. കൂടുതലും ബാക്കി മൺഡേ ടു സാറ്റർഡേ വരെ ഞാൻ നല്ല മോർണിംഗിൽ എഴുന്നേക്കും. സ്കൂളിലെ ടൈമിലൊക്കെ ആണെങ്കിൽ 4 മണിയാകുമ്പോഴേക്കും എഴുന്നേക്കും. അതല്ല സ്കൂളില്ലാച്ചെങ്കിൽ ഹസ്ബൻഡിന് ഫുഡ് കൊണ്ടുപോകാനൊക്കെ ആണെങ്കിൽ 5-5:15 ആകുമ്പോഴേ എഴുന്നേൽക്കും കേട്ടോ. അപ്പം സൺഡേ ആണ് ഞാൻ നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുന്ന ദിവസം. അപ്പോൾ ഏകദേശം ഒരു 9:30-10 മണിയൊക്കെ ആവും ഞാൻ എഴുന്നേറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ, എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യാനായിട്ടോ. അപ്പോൾ ഇന്നിപ്പം സൺഡേ ആണ്. അപ്പോൾ അന്ന് രാവിലെ എഴുന്നേറ്റ് ആദ്യം ഓട്സ് ഉണ്ടാക്കി ചായയാണ് കേട്ടോ ഹസ്ബൻഡ് ആദ്യം ചോദിക്കുക. പക്ഷേ ഞാനിതാണ് കൊടുക്കുക, കാരണം എന്തെങ്കിലും ഒന്ന് ഹെൽത്തി ആയിട്ട് കിടന്നിട്ട് പിന്നെ ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കുറേ നാളുകളായിട്ട് ഷോർട്സാണ് അപ്ലോഡ് ചെയ്യാറ്. ഷോർട്സും ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം കുറേ ദിവസങ്ങളായിട്ട് സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ, കാരണം നല്ല തലവേദനയാണ്. പിന്നെ നമ്മളങ്ങനെ ചിന്തിച്ച് അപ്ലോഡ് ചെയ്യുന്നില്ല, വയ്യ എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ കുറേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണ് കേട്ടോ. ചിന്തകളും നമ്മുടെ അതായത് നമുക്കത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു മാനസികാവസ്ഥ കൊണ്ട് മാറിപ്പോകുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങലും കാര്യങ്ങളൊക്കെ കുറേയൊന്നും പണ്ടത്തെ പോലെ ഒന്നും നടക്കാറില്ല. അപ്പോൾ വീട്ടിലങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ അതായത് ഒരുപാട് പുറത്തിറങ്ങി ഒരുപാട് സംസാരിക്കുന്ന ഒരുപാട് എപ്പോഴും ടോക്കേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം വരും, അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ പോലെ ഒരു ഇറിറ്റേഷൻ പോലെ ഒക്കെ വരും. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം, അപ്ലോഡ് ആക്കുക എന്നുള്ളത്. ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഒരുപാട് ആളുകൾ കണ്ടില്ലെങ്കിലും എൻ്റെ സന്തോഷം ഞാൻ അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകളായിട്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, അതായത് ഞാൻ മറ്റുള്ളവർ എന്ത് വിചാരിക്കാൻ മോശമായിട്ടുള്ളൊന്നും ചെയ്യുന്നില്ലല്ലോ. വീഡിയോ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു, അതെൻ്റെ സന്തോഷമല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക, അതാരെയും വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് മറ്റുള്ളവരുടെ സന്തോഷം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള സന്തോഷം നേടാതിരിക്കുക. അതായത് കർമ്മയിൽ ഞാൻ നന്നായി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലങ്ങളിലുള്ള പോലെയല്ല, നമുക്കൊരു മെച്യൂരിറ്റി അല്ലെങ്കിൽ മെച്യൂർഡായി കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവത്തിനോട് ചെയ്യുന്ന, അതായത് അള്ളാഹിനോട് ചെയ്യുന്ന കാര്യങ്ങൾ അത് ഉറപ്പായിട്ടും നമുക്ക് പുറത്തു തരും. പക്ഷേ മറ്റുള്ളൊരു മനുഷ്യനോട് ചെയ്തു പോകുന്ന കാര്യങ്ങൾ അയാൾ വേദനിച്ച വേദനകളും അത് നമുക്ക് കർമ്മയിലൂടെ ഒരു പക്ഷെ നമുക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അവരിലൂടെ അത് നമുക്ക് അവരിലോട്ട് കൈമാറപ്പെടും. എന്തിനാണ് അതിനൊക്കെ നിൽക്കുന്നത്? അപ്പോൾ എൻ്റെ സന്തോഷം ഇതൊക്കെയാണ്. അപ്പോൾ ഞാനതങ്ങനെ ചെയ്യുന്ന കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംസാരിച്ചിരുന്നു, ഞാൻ സംസാരിക്കലേ കുറവാണ്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് എല്ലാം കൊണ്ടും മെൻ്റലി ഒരുപാട് ആലോചിക്കുന്ന ഒരു കൂട്ടത്തിൽ, അതായത് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ അത് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു എൻഗേജ്ഡ് ആവാം, അപ്പോൾ വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ സിസ്റ്ററിനോട് മകൾ പറയുന്നുണ്ടായിരുന്നു, മാമി ഡെയിലി വീഡിയോ ഇടുന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇട്ട് നോക്കാം. ഷോർട്സ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമൊക്കെ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യായിരുന്നു. ഇപ്പോൾ പിന്നെ ജസ്റ്റ് ടിഫിൻ ബോക്സിലോട്ട് ഒതുങ്ങിപ്പോയി. കുറേ ദിവസങ്ങൾ ഇടയ്ക്കൊക്കെ ടിഫിൻ ബോക്സും എടുക്കാൻ വിട്ടുപോകുന്നുണ്ട്. നമുക്ക് ടെൻഷൻസ് വരുമ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ സൈലൻ്റ് ആയിപ്പോവും. ഭയങ്കര ടോക്കേറ്റീവ് ആയിട്ടുള്ള ഞാൻ സൈലൻ്റ് ആവും. ചില ആളുകൾ ആ സൈലൻസിനെ, അതായത് ആ നിശബ്ദതയെ മനസ്സിലാക്കും. ചില ആളുകൾ അത് മനസ്സിലാക്കാതെ എന്നോട് പിണങ്ങിയ ആളുകളുണ്ട്. സുഹൃത്തുക്കളായിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലഞ്ചാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങാക്കായുടെ കറി, ഉപ്പേരി അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങാക്കായ, അതേപോലെ തന്നെ പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ. അപ്പോൾ ആൾക്ക് ഇഷ്ടമുള്ളത് കൂടുതലും ഞാൻ പച്ചക്കറികൾ ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കാറുണ്ട്. ആൾക്കങ്ങനെ എല്ലാ പച്ചക്കറികളും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ചേന ഫ്രൈ അതേപോലെ പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പം പൊട്ടാറ്റോ ഫ്രൈ ആണ്, അതാകുമ്പോൾ മക്കൾക്കും ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ നമ്മുടെ അതേപോലെ മുരിങ്ങാക്കായുടെ കറി എൻ്റെ ഫ്രണ്ട് കൊടുത്തയച്ചതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ അതങ്ങനെ കുറച്ച് അവളുടെ വീട്ടിലുണ്ടായത് കൊടുത്തയച്ചതാണ്. അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ ഡെയിലി അല്ലെങ്കിലും ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും ലോങ് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എല്ലാവരും എൻ്റെ അനിയത്തി പറയാറുണ്ട്. എൻ്റെ അനിയത്തി ഞാൻ വീഡിയോ ഇടുമ്പോൾ എന്നെ നന്നായി മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിസ്റ്ററിലൂടെ മകളെന്ന് പറഞ്ഞ പോലെ തന്നെ സിസ്റ്ററും എന്നോട് പറയാറുണ്ട് വീഡിയോസൊക്കെ ഇട്ട് ഡെയിലി എന്നൊക്കെ. പക്ഷേ മൂപ്പര് ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇങ്ങനെ ചില്ലായിട്ട് സംസാരിക്കണമെന്ന്. അതായത് ഞാൻ ഭയങ്കര തള്ള വൈബിലാണ് സംസാരിക്കുന്നത് എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പണ്ട് ഭയങ്കര നന്നായിട്ട് ഭയങ്കര ഇതായിട്ട് സംസാരിച്ചിരുന്നു. ഇപ്പോഴും സംസാരിക്കും, പക്ഷേ എന്തോ ഭയങ്കര ആ ഒരു ചിൽ വൈബിൽ സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അങ്ങ് ഓവറായിട്ട് ഇങ്ങനെ അങ്ങ് സംസാരിക്കാൻ ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് പറ്റാറില്ല അങ്ങനെയൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ കാണുന്നൊന്നുമില്ല, കുറച്ച് ആളുകൾ. ആ കുറച്ച് ആളുകളാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാവാറുണ്ട് കേട്ടോ. 100 വ്യൂസ് ആയാലും 200 വ്യൂസ് ആയാലും അങ്ങനെയൊക്കെ ഒരാൾ കണ്ടാലും ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ അങ്ങനെ കാര്യമായിട്ടുള്ള വലിയ കോണ്ടൻറ്റും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ലല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് പറയാറുണ്ട് കാര്യമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടൂടെ എന്നുള്ളത്. പക്ഷേ എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരാത്തൊരു സംഭവം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നാളുകളായിട്ട്, കുറച്ച് കാലങ്ങളായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ അങ്ങനെയാണ് കേട്ടോ. അതായത് ഈ ഒരു സംഭവം തന്നെ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവർക്ക് എന്ത് തോന്നും, അവർക്ക് ഫീൽ ചെയ്യും, അവർക്കത് ഇഷ്ടമാവോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാൻ ഫിറോസ് എന്ന് പറയുന്ന അവരുടെ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു, അങ്ങനെ വിചാരിക്കാൻ അവരുടെ ചിലവിലൊന്നല്ലല്ലോ നമ്മൾ ജീവിക്കുന്നതെന്ന്. ഇനി അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ തൊട്ട് നമ്മുടെ സന്തോഷം, അതായത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരോട് നോ പറയാൻ പറ്റായിക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നശിപ്പിക്കുന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കേട്ടോ. ഈ ഒരു ചെറിയ ജീവിതമാണ്, എപ്പോൾ വേണമെങ്കിലും ഇന്ന് എന്നുള്ളത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, നാളെ എന്നുള്ളതൊരു പ്രതീക്ഷ മാത്രമാണ്. അപ്പോൾ ആ ഒരു ഇന്നിൽ നന്മയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക, നമ്മുടെ സന്തോഷം നമ്മൾ സ്വയം കണ്ടെത്തുക. അപ്പോൾ ഞാൻ പറയുന്നത് തന്നെ വീണ്ടും പറയുന്നതല്ല, എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞ വാക്കുകൾ പറയാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങളായിട്ട് പുറത്തോട്ട് വരാത്തൊരവസ്ഥ. എന്തായാലും എൻ്റെ സന്തോഷം ഇപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേയിലെ ഉച്ചവരെയുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല ഒരു വീഡിയോ ആയിട്ട് വരണ്ട കേട്ടോ. ഓക്കെ.